തേജസ്സുമായുള്ള ബന്ധത്തിൽ നിന്ന് ഫെബിന്റെ സഹോദരി പിന്മാറി. പിന്നാലെ പ്രണയപ്പകയിൽ കൊലപാതകം. കൊല്ലം ഉളിയകോവിലിൽ വിദ്യാർത്ഥിയായ ഫെബിനെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയതിന് പിന്നിൽ തേജസ്സുമായുള്ള ബന്ധത്തിൽ നിന്ന് ഫെബിന്റെ സഹോദരി പിന്മാറിയതാണ് കാരണമെന്ന് പോലീസ്. കൊല്ലപ്പെട്ട ഫെബിൻ ജോർജിന്റെ സഹോദരിയും പ്രതി തേജസ് രാജും മുമ്പ് പ്രണയത്തിലായിരുന്നു. വിവാഹത്തിന് രണ്ട് കുടുംബങ്ങളും സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് യുവതി തേജസ്സുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറി. ബന്ധം തുടരണമെന്നാവശ്യപ്പെട്ട് യുവതിയെ തേജസ് ശല്യപ്പെടുത്തിയത് വീട്ടുകാർ വിലക്കുകയും ചെയ്തിരുന്നു. ഇതിലുള്ള വൈരാഗ്യം യുവതിയുടെ സഹോദരനെ കൊലപ്പെടുത്തുന്നതിൽ കലാശിക്കുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഫെബിന്റെ അച്ഛൻ ജോർജ് തോമസ് കുത്തേറ്റ ചികിത്സയിൽ തുടരുകയാണ്. യുവതിയെ കൊലപ്പെടുത്താൻ തേജസ് ലക്ഷ്യമിട്ടിരുന്നോ എന്നും സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. ഫെബിന്റെ സഹോദരിയും തേജസ് രാജും ഒരുമിച്ച് പഠിച്ചവരാണ്. പ്രണയത്തിലായി ഇരുവരും വീട്ടിൽ കാര്യം പറഞ്ഞതോടെയാണ് വിവാഹം ഉറപ്പിച്ചത്. എന്നാൽ ജോലി ലഭിച്ചതോടെ പെൺകുട്ടി ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. തേജസ് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ലെന്നും ഇത് വൈരാഗ്യത്തിനും കാരണമായി. തേജസ് വിളിച്ചപ്പോൾ ഫോൺ എടുത്തിരുന്നില്ല, ഇതും വൈരാഗ്യത്തിന് കാരണമായി. പെൺകുട്ടിയെ ലക്ഷ്യമിട്ടാണ് പ്രതി വീട്ടിലെത്തിയതെന്നാണ് വിവരം. തിങ്കളാഴ്ച വൈകിട്ട് 6:48ഓടെയാണ് 22-കാരനായ ചവറ സ്വദേശി തേജസ് രാജു വാഗണർ കാറിൽ ഫെബിന്റെ വീട്ടിലേക്ക് എത്തിയത്. കയ്യിൽ കത്തി കരുതിയ ശേഷം തേജസ് ബുർക്ക ധരിച്ച് വീട്ടുമുറ്റത്തെത്തി. 2 കുപ്പി പെട്രോളും തേജസ് കയ്യിൽ കരുതിയിരുന്നു. ഫെബിന്റെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കാനാണ് തേജസ് ആദ്യം ശ്രമിച്ചതെന്നാണ് വിവരം. ഇതിനിടെ ഫെബിന്റെ പിതാവ് പുറത്തേക്കിറങ്ങി വന്നതോടെയാണ് പെട്രോൾ ഒഴിക്കാനുള്ള തീരുമാനം മാറ്റിയത്. ഉടൻ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ഫെബിന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു. തടയാൻ ശ്രമിച്ച പിതാവ് ജോർജ് തോമസിനും ആക്രമണത്തിൽ പരിക്കേറ്റു.